കോളേജ് ലൈഫാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം എന്ന് പറയുന്നവരോട് നിങ്ങളോടാണ് നല്ല അടിയാൻ വെച്ചേരും. അങ്ങനൊന്നും അല്ലടാ. നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാലും അവിടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിക്കണയാണ്. അല്ലാണ്ട് നമ്മൾ തേടി തന്നെ ആളെ എങ്ങനെയുണ്ടെന്ന് വെച്ച് വന്നതല്ല. നമ്മളപ്പോ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടുപിടിക്കണം. വൈദവേ ഞാൻ വിഷയത്തിലും തെന്നി മാറുന്നു. ഇതിന്റെ കോളേജിലെ സോഷ്യലിന്റെ വീഡിയോ ആണ്. ലാസ്റ്റ് ഡേ അതങ്ങനെ പറയാലോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കാണ്. 3 വർഷം പോയൊരു പോക്കേ വന്ദേ ഭാരത് പോയ പോലെയാണ് 3 വർഷം കണ്ണിക്കട ഇങ്ങനെ പോയത്. ഞങ്ങളുടെ ക്ലാസ് ആണിത്. ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. അങ്ങനെ പറയാം. അപ്പോൾ ഞങ്ങളുടെ മിസ്സും സാറുമാണ് കയറി വന്നത്. അവരെ വെൽക്കം ചെയ്താണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ വെൽക്കം ഒക്കെ ചെയ്ത് അവരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ കൊണ്ടിരുത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ നമ്മളുടെ ആ ഒരു പിക്ചർ, നമ്മുടെ വാൾപേപ്പർ, നമ്മൾ ഇട്ടേക്കുന്ന ഒരു ബ്രോഷറൊക്കെ കണ്ട് അവർ സത്യം പറഞ്ഞാൽ സന്തോഷമായി അവർക്ക്. സത്യം പറഞ്ഞാൽ അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ഗെയിമൊക്കെ കളിച്ച് ചുറ്റിനുള്ള ഫ്രണ്ട്സിനെയും കൂടി ഹാപ്പി ആക്കിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ പ്രോഗ്രാം, പിന്നെ നമ്മുടെ സകലകലാ വല്ലഭൻ പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് നമ്മൾ ഗെയിംസ് കളിച്ചു. നമ്മൾ ഒരുപാട് ഗെയിംസ് കളിച്ചായിരുന്നു കേട്ടോ. സെക്കൻഡ് ഗെയിമാണ് ഈ ഒരു കപ്പിൽ നമ്മൾ സ്ട്രോ വെച്ചിട്ടുള്ളതിൽ ഞാനും കളിച്ചറാ. പക്ഷെ ഞാൻ വീണ്, എന്ത് ചെയ്യാനാ, പോട്ടെ, സാരില്ല. നമ്മൾ പിന്നെ അവർക്ക് കൊടുത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് ഇപ്പം നിങ്ങൾ ആ കാണുന്ന ഫോട്ടോ ഫ്രെയിം. സത്യം പറഞ്ഞാൽ ഇവർ നമുക്ക് തന്നേക്കുന്ന ഗിഫ്റ്റിന്റെ അത്ര ഒന്നും വരില്ല. ഇവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത്ര ഒന്നും വരില്ല ഗിഫ്റ്റ്, എന്നാൽ പോലും അവർക്ക് സന്തോഷമായി. സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ വീഡിയോസ് കാണിച്ചു. നമ്മളുടെ 3 വർഷത്തെ നമ്മളെ മെമ്മറീസ് ഇങ്ങനെ കാണിച്ചു. അത് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കരയായിരിക്കും. കാര്യം ഒരു വീഡിയോ ഞാനാണ് എഡിറ്റ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു കരയായിരിക്കുന്നു. പക്ഷെ ആരും കരഞ്ഞില്ല. എന്ത് ചെയ്യാനാ, നമ്മൾ കരയേണ്ട കാര്യമില്ല, എല്ലാവരും പിന്നെയും കാണൂല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു. നമ്മൾ ഡാൻസിന്റെ കാര്യത്തിൽ നമ്മൾ പെവറാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. പൊളിറ്റിക്സിലെ പിള്ളേർ ഡാൻസിന്റെ എല്ലാ പരിപാടിക്കും പൊളിറ്റിക്സിന് പിള്ളേരുണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവരുടെ വീഡിയോസ്, നമ്മളെല്ലാ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എപ്പോഴും എല്ലാവരും ഒരുമിച്ചുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും നന്നായിരിക്കട്ടെ. ലാസ്റ്റ് ഈ ഒരു പാട്ടും കൂടി കേട്ട് നിങ്ങൾ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചെന്ന് പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.